ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റെയിൽവേയുടെ പുരോഗതിയെക്കുറിച്ച് നോക്കാം. 1600 മുതൽ ഇപ്പോൾ വരെ റെയിൽവേയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. 1600 ജെയിംസ് ക്ലിഫോർഡിന് തൻ്റെ ഖനികളിൽ നിന്ന് സെവേൺ നദിയിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനും ബാർജുകളിൽ കയറ്റുന്നതിനും നദീതീരെ പട്ടണങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുമായി 1605 മുമ്പ് ഷ്രോപ്ഷെയറിലെ ബ്രോസിയിൽ ഒരു ഫ്യൂണിക്കുലർ റെയിൽവേ നിർമ്മിച്ചു. 1758 പാർലമെന്റ് നിയമത്തിലൂടെ അധികാരം ലഭിച്ച ആദ്യത്തെ റെയിൽവേയായ മിഡിൽട്ടൺ റെയിൽവേ മിഡിൽട്ടൺ പിറ്റുകളിൽ നിന്ന് ലീഡ്സിലേക്ക് കൽക്കരി വിലകുറഞ്ഞ രീതിയിൽ കൊണ്ടുപോയി. ഈ പാത സ്വകാര്യമായി ധനസഹായം നൽകി പ്രവർത്തിപ്പിച്ചു. തുടക്കത്തിൽ കുതിരവണ്ടികൾ ഉപയോഗിച്ചുള്ള ഒരു വാഗൺവേ ആയി. 1799ഓടെ തടി ട്രാക്കുകൾ 4 അടി 1 ഇഞ്ച് ഗേജിൽ ഇരുമ്പ് അരികുകളുള്ള റെയിലുകൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ചു. 1812 മിഡിൽട്ടൺ റെയിൽവേ സ്റ്റീം ലോക്കോമോട്ടീവുകൾ വിജയകരമായി ഉപയോഗിച്ച ആദ്യത്തെ വാണിജ്യ റെയിൽവേയായി മാറി. 1804 പെൻഗൈഗഡാരൻ എന്ന ലോക്കോമോട്ടീവ് ഉപയോഗിച്ചുള്ള ആദ്യത്തെ സ്റ്റീം ലോക്കോമോട്ടീവ് റെയിൽവേ റിച്ചാർഡ് ട്രെവിത്തിക്ക് നിർമ്മിച്ചു. മെർതിർ ടൈറ്റ്ഫിലിൽ നിന്ന് വെയിൽസിലെ അബർസിനോണിലേക്ക് ഇരുമ്പ് കൊണ്ടുപോകാൻ ഇത് ഉപയോഗിച്ചിരുന്നു. ആദ്യത്തെ ട്രെയിൻ 10 ടൺ ഇരുമ്പ് ഭാരം വഹിച്ചു. ഒരു സന്ദർഭത്തിൽ അത് 25 ടൺ വിജയകരമായി വലിച്ചു. എന്നിരുന്നാലും ലോക്കോമോട്ടീവിൻ്റെ ഭാരം ഏകദേശം 5 ടൺ ആയിരുന്നതിനാൽ ലോക്കോമോട്ടീവിൻ്റെ ഭാരം കാസ്റ്റ് ഇരുമ്പ് പ്ലേറ്റ് റെയിലുകളിൽ പലതും തകർത്തു. 1851 ബ്രിട്ടീഷ് ഇന്ത്യയിൽ സൈനിക റൂട്ടുകൾ സ്ഥാപിക്കുന്നതിനും വ്യാപാരം വളർത്തുന്നതിനുമായി ഒരു റെയിൽവേ സംവിധാനത്തിനായി മുൻകൈയെടുത്തു. 1913 സ്വീഡനിൽ ആദ്യത്തെ ഡീസൽ പവർ റെയിൽവേ സർവീസിൽ പ്രവേശിച്ചു. ഓസ്ട്രിയ-ഹംഗറിയിൽ ആരാടിനും അയൽപക്കത്തുള്ള മുന്തിരിത്തോട്ടങ്ങൾക്കും ഇടയിൽ ആദ്യത്തെ വൈദ്യുതീകരിച്ച മെട്രിക് റെയിൽവേ തുറന്നു. ഇത് ചരക്കുകളുടെയും ആളുകളുടെയും ഗതാഗതം സുഗമമാക്കുകയും യാത്രാസമയം അര ദിവസത്തിൽ നിന്ന് 1 മണിക്കൂറായി കുറയ്ക്കുകയും ചെയ്തു. 1994 ഏപ്രിൽ 1 ബ്രിട്ടീഷ് സർക്കാർ ട്രാക്കിൻ്റെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും ഉടമസ്ഥാവകാശം റെയിൽ ട്രാക്കിന് കൈമാറി. പിന്നീട് പാസഞ്ചർ പ്രവർത്തനങ്ങൾ 25 വ്യക്തിഗത സ്വകാര്യ മേഖലയിലെ ഓപ്പറേറ്റർമാർക്ക് ഫ്രാഞ്ചൈസി ചെയ്തു. ചരക്കു സേവനങ്ങൾ പൂർണ്ണമായും വിറ്റു. 2001 ഓഗസ്റ്റ് വടക്കുകിഴക്കൻ ചൈനയിലെ ഷൈൻയാങ്ങിനും ഹാർബിനും ഇടയിൽ ആദ്യത്തെ വൈദ്യുതീകരിച്ച റെയിൽവേ തുറന്നു. 2021 ലോകത്തിലെ ആദ്യത്തെ ഓട്ടോമാറ്റഡ് ഡ്രൈവറില്ലാ ട്രെയിനിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് ജർമ്മനിയിലെ ഹാംബർഗ് നഗരത്തിൽ ആരംഭിച്ചു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ. ഇനിയും ഇതുപോലുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യൂ.